നന്ദേട്ടൻ ഇന്നിന് തിരിച്ചു വരുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? സാരല്ല അച്ഛ, നന്ദേട്ടൻ വന്നില്ലെങ്കിലും ഈ നേർച്ച ഞാൻ ഒറ്റയ്ക്ക് പൂർത്തിയാക്കിക്കോളാം. ഇങ്ങതാ. ഓ ആരായത്? ഇനി 2 ദിവസത്തേക്ക് മോളെ ചെറിയമ്മയാ നോക്കുന്നത്. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ലേ മോളെ? അല്ലേ? ദേ, നീ കരയാതെ ചെറിയമ്മ എടുത്തിരിക്കില്ലേ? അവള് ചിരിക്കുന്ന കണ്ടില്ലേ? രണ്ടുപേരെയും കൂടി നോക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാവോ മോളെ? ഏയ്, പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ എന്തിനാ? ഈ ചട്ടമ്പിയെ ഞാൻ നോക്കിക്കോളാം, അല്ലേ വാവേ? നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വരട്ടെ. അനക്കേ, നീ നിന്റെ മുറിയൊന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടേക്കണേ. ഓ ആയിക്കോട്ടെ. അതെ, ചേച്ചിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊരു തീർത്ഥാടന യാത്രയാ. ദൈവത്തിന്റെ അനുഗ്രഹവും പുണ്യവും ഒക്കെ കിട്ടാൻ വേണ്ടിയാ മല കയറാൻ പോകുന്നത്. മനസ്സിലുള്ള കുശുമ്പും കുന്നായ്മയൊക്കെ കളഞ്ഞിട്ട് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മല കയറിയ ചേച്ചിയുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. എനിക്കേ നിന്റെ ഉപദേശമൊന്നും വേണ്ട. നിന്നോട് ഞാൻ പറഞ്ഞ ജോലി ഒന്ന് മര്യാദയ്ക്ക് ചെയ്താ മതി. അനിയത്തിയായി പോയില്ലേ, പറഞ്ഞ അനുസരിച്ചല്ലേ പറ്റൂ. ഓ, നിനക്ക് വയ്യെങ്കിലേ ജോലിക്കാരോട് ആരോടെങ്കിലും പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വന്നിട്ട് ചെയ്തോളാം. ഓ, ഞാൻ ചെയ്തോളാം. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സച്ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി ചേച്ചി. ഓ ഓ, ആ ഏട്ടത്തി, കൂടെ വരുന്നത് ഒരു ആറ്റം ബോംബാ, അത് മറക്കണ്ട. എന്റെ ചേച്ചിയെ എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ വരവ് ഒരു വെറും വരവല്ല. എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ചേച്ചി വരുന്നത്. സോ ഹാൻഡിൽ വിത്ത് കെയർ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്നാ ശരി, പോയിട്ട് വരാം. ശരി ഏട്ടത്തി. നീ പറഞ്ഞ പോലെ എനിക്ക് ചില സംശയങ്ങൾ ഇല്ലാതില്ല. നിന്റെ ചേച്ചി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ആ, മനസ്സിലായതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. എന്തായാലും പോയിട്ട് വരട്ടെ. നന്നായിട്ട് വന്ന അവർക്ക് തന്നെ കൊള്ളാം. നീ പേടിക്കണ്ട. അർച്ചനേട്ടത്തി സച്ചിയേട്ടനും പ്രാർത്ഥനയോടുകൂടി തന്നെയാ പോകുന്നത്. അവരുടെ യാത്രയ്ക്ക് തടസ്സം ഉണ്ടാക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. തടസ്സപ്പെടുത്താൻ നോക്കുന്നവർക്കായിരിക്കും അതിന്റെ കൂലി കിട്ടാൻ പോകുന്നത്.